നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ആര്യൻ കഥോരിയ, നമ്മുടെ പപ്പുമോൻ ലോക കള്ളനാണ്, ലോക ഉടായ്പാണ്, ലോക നുണയനാണ് എന്നുള്ളതൊക്കെ ഇവിടെ വ്യക്തമായിട്ട് തെളിഞ്ഞിരിക്കുകയാണ് സഹോദരങ്ങളെ, തെളിഞ്ഞിരിക്കുകയാണ്. എന്റെ ഉടപ്പുറന്നോത്തി ഇനിയിപ്പോ എന്ത് ചെയ്യും? താങ്കളുടെ പുന്നാര മകൻ, താങ്കൾ PR കാശ് വാങ്ങിച്ച് പൊക്കിക്കൊണ്ടുവരുന്ന പുന്നാര മകൻ ആര്യൻ ഇവിടെ കള്ളനാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. മനസ്സിലായോ? എന്ത് ചെയ്യും ഉടപ്പുറന്നോത്തി? എന്തെങ്കിലും കള്ളം പറഞ്ഞു ഇതൊരു ഗെയിം ചേഞ്ചർ ആണെന്ന് പറഞ്ഞു. ആര്യൻ ചെയ്തത് ഒരു ഗെയിം ചേഞ്ചർ ആണ്. അതായത് മറ്റുള്ളവരെ ചെയ്യുമ്പോൾ പിന്നീട് മോശം. ഇന്നലെ അക്ബറിന്റെ പാവം ഓട്ടിച്ചപ്പോൾ അക്ബർ സങ്കടപ്പെട്ട് കരഞ്ഞു എന്ന് പറയാം. ഈ പറയുന്ന അപ്പൊ അവരെ കുറ്റം പറയാം. മോഷ്ടിച്ചത് ശരിയായില്ല, ആര്യന്റെ സങ്കടം കണ്ടു. പക്ഷെ പിന്നെ അന്ന് നെവിൻ കോയിൻ മാറ്റി കൊടുത്തപ്പോൾ അടിപൊളി ഗെയിം ചേഞ്ചർ. അതായത് എനിക്ക് ഇഷ്ടമുള്ളവരെ പറയുമ്പോൾ മാത്രം അത് മോശം, മറ്റുള്ളവർ ചെയ്യുമ്പോൾ ഗെയിം ചേഞ്ചർ എന്ന് പറയുന്ന എന്റെ ഉടപ്പുറന്നോത്തി ഇതൊക്കെ കാണുന്നുണ്ട്. എന്തായാലും PR പൈസ വാങ്ങിച്ചോണ്ട് എങ്ങനെയെങ്കിലും ആരെയും ഒന്ന് വിളിപ്പിക്കാൻ നോക്കട്ടെ, നല്ല രീതിയിൽ വിളിപ്പിക്കാൻ. പൈസയുടെ ഗുണം കാണിക്കില്ല, വിളിപ്പിക്ക് വെയിറ്റിംഗ്. അപ്പോ സംഭവം അതിനു മുമ്പ് വേറെ അറിയാം. ഈ അനീഷ് എന്ത് പറ്റി? അനീഷിന്റെ കൈക്ക് എന്തോ പറ്റി? ഇന്നലെ നമ്മള് ഇത് കണ്ടപ്പോ തന്നെ പ്രമോ വന്നപ്പോ തന്നെ അനീഷിന്റെ കൈ ഇവിടെ മൊത്തം ഞാൻ ഒന്നുകൊണ്ട് ഫോട്ടോസ് കൊടുക്കാം, ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുന്നുണ്ട്. എന്താണ് മനസ്സിലായി? എനിക്ക് തോന്നുന്നത് ഇന്നലെ ലൈവിലൊന്നും ഞാൻ അങ്ങനെ കണ്ടില്ല. കണ്ടവരെ കമന്റ് ചെയ്യട്ടോ. ലൈവിലൊന്നും കണ്ടില്ല. എവിടെയോ വീണെന്തോ തറമ്പി എന്തോ ചെയ്തു, അങ്ങനെ ഈ പറയുന്ന തൈലം എന്തോ ഇട്ടു, എന്തോ മരുന്നൊക്കെ ഇട്ട് ചുറ്റിക്കെട്ടി വെച്ചിരിക്കുകയാണ്. പക്ഷെ വലിയ പ്രശ്നമൊന്നും പുള്ളിക്കില്ലെന്ന് തോന്നുന്നു. പുള്ളി നല്ല രീതിയിൽ ഓടുകയും ചാടുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം അങ്ങനെയാണ്. അപ്പം നമുക്കൊന്ന് ലൈവിൽ കാണാൻ പറ്റും കേട്ടോ. ഒരു ഇടത് കൈയോ വലത് കൈയോ ആണ്, അങ്ങനെ പ്ലാസ്റ്റർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇന്നലത്തെ ആ പിടിവലിയിലായിരിക്കാം അതിനകത്ത് കൈയിട്ട് വലിച്ച് അങ്ങനെ ഒരു ചിലപ്പോൾ മസിൽ പെയിൻ വല്ല വന്നതായിരിക്കും. അപ്പൊ എന്തായാലും വേറെ വിഷയങ്ങളൊന്നും ഇല്ലെന്നാണ് നമുക്ക് കണ്ടാൽ മനസ്സിലാകുന്നത്. അപ്പോൾ ഇന്ന് വന്ന അവസാനത്തെ ടാസ്ക് കോയിൻ ടാസ്ക് ആണ്. ഇതിനകത്ത് പല വീട്ടിനകത്ത് പലയിടത്തായിട്ട് എന്തെങ്കിലും കോയിനുകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കും. നിങ്ങൾ പോയി എടുക്കുക, അതിന് സ്ക്രാച്ച് എടുക്കുക. അതിനകത്ത് ചില പണികൾ ഉണ്ടാവും, ആരും സ്ക്രാച്ച് ചെയ്യില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും പോയി എന്ത് ചെയ്തു? കോയിനുകളെല്ലാം കളക്ട് ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ കോയിൻ കളക്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു ആര്യൻ കഥോരിയ, നമ്മുടെ പപ്പുമോനായിരുന്നു. പപ്പുമോൻ ഉടപ്പം ഏറ്റവും ഇഷ്ടപ്പെട്ട മോനാണ് പപ്പുമോൻ. അപ്പൊ ഓക്കെ, അപ്പം അങ്ങനെ സ്ക്രാച്ച് ചെയ്യാൻ പറഞ്ഞു. ആദിലേക്ക് എനിക്ക് തോന്നുന്നു 4 കോയിനാണ് കിട്ടിയത്. ആദിലേക്കാണ് ആദ്യത്തെ പണി കിട്ടിയത്. അത് ബേൺ ഇറ്റ് എന്ന് പറഞ്ഞിട്ട്, എന്ന് വെച്ചാൽ ബാക്കിയുള്ള കോയിനുകൾ 4 എത്ര പോയിന്റ് അത് ബേൺ ചെയ്യണം, അത് നഷ്ടമാവും, അത് അസാധുവാകും എന്നുള്ളതാണ്. പിന്നെ അങ്ങനെ ഓരോരുത്തരുടെ കോയിനുകൾ എടുക്കുന്നു. അവിടെ മറ്റേ ആർക്കും ഈ പറയുന്ന എല്ലാവരും പേടിച്ചാണ് എടുക്കുന്നത്. ഈ പറയുന്ന ബേൺ കോയിനായിട്ട് വരുമോ എന്നുള്ള രീതിയിൽ പേടിച്ചു. പക്ഷെ മറ്റാർക്കും വന്നില്ല. പക്ഷെ അവസാനമാണ് നമ്മുടെ പപ്പുമോൻ, നമ്മുടെ ഉടപ്പുറന്നോത്തിയുടെ സ്വന്തം മോൻ, ആ മോൻ അവിടെ ഇരുന്നുണ്ട്. മോൻ എന്ത് ചെയ്തു? അവന്റെ തായി സ്വഭാവമായ മോഷണം, കള്ളം പറച്ചില് എല്ലാം സൂചിച്ചിട്ട് ഞാൻ ചെയ്തിട്ടേ ഇല്ല, നാക്കെടുത്ത കള്ളം പറയുക, ഡബിൾ മീനിങ് പറയുന്നത്. എന്റെ ഉടപ്പുറന്നോത്തിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഡബിൾ മീനിങ് പറയുന്നവരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെയൊക്കെ പറയുന്നവനെ എന്ത് ചെയ്യുന്നത്? ഈ ബിഗ് ബോസ് ഈ ലോക കള്ളം നോക്കണം. ബിഗ് ബോസിന്റെ മുമ്പിൽ വെച്ച് ഇവൻ 4 ആദ്യമേ ചുരണ്ടി, 4 കളർ വേറെയായിരുന്നു, യെല്ലോ. അതിൽ 1 ചുരണ്ടി വെക്കില്ല, എനിക്ക് പണിയാണെന്നാണ്. ഈ 4 എന്ത് ചെയ്ത് എടുത്ത് പോക്കറ്റിനകത്ത് വെച്ചു. പെരും കള്ളൻ എന്ന് വെച്ചാൽ പെരും കള്ളൻ. അടുത്ത് പോക്കറ്റ് എല്ലാവരും നോക്കിയിട്ട് ഇവൻ ബിഗ് ബോസ് എന്നോട് പോയിന്റ് ചോദിച്ചപ്പോൾ ഇവൻ ബാക്കിയിരുന്നതെല്ലാം ചുരണ്ടിയിട്ട്, ബിഗ് ബോസ് എനിക്ക് ഇത്രയാണ് കിട്ടിയത്, എനിക്ക് 11-12 കിട്ടിയുള്ള ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് പോയിന്റ് അവിടെ പറഞ്ഞു. അവിടെ കള്ളനെ പോലെ അവിടെ ഇരുന്നു. പക്ഷെ ബിഗ് ബോസ് വിടുവോ? ആരാണ് കോയിനുകൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാനാണ് എന്ന് പറഞ്ഞ്, അപ്പൊ എന്റെ അടുത്ത് നീ എന്റെ വേലത്തരമൊന്നും കാണിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആ കോയിനുകൾ ചുരണ്ടാൻ പറയുന്നു. ഇവനിരുന്ന് ചുരണ്ടപ്പോ 2 പണി അതിനകത്തുണ്ട്. ഒന്ന്, ഉരുളക്കിഴങ്ങ് ചേർത്ത് പൊട്ടറ്റോ ചേർത്ത ഒരു കറിയും നീ ഇനി കഴിക്കാൻ പാടില്ല, അതായത് ഇന്ന് കഴിക്കാൻ പാടില്ല. അതുപോലെ ഇന്നത്തെ ദിവസമാണെന്ന് തോന്നുന്നു, ഇന്നത്തെ ദിവസം വെജിറ്റേറിയൻ ആയിരിക്കണം. അതിന് വെജിറ്റേറിയൻ അല്ലേ, എന്ത് പണിഷ്മെന്റ് എന്ന് എനിക്ക് അറിയത്തില്ല. അല്ലെങ്കിൽ അവിടെ വെജിറ്റേറിയൻ ഫുഡ് വല്ലതും ഉണ്ട്, വേറെ വല്ലതും ഉണ്ടല്ലേ? ചിക്കൻ മട്ടനൊക്കെ മറുത്തുനിന്ന് തീർത്ത് നോക്കട്ടെ. അപ്പൊ ഇന്നലെ തന്നെ ആ കൂടെ നോൺ വെജ് ആയ മുട്ട ഇന്നലെ കഴിച്ച് തീർത്തു. അപ്പൊ ഇന്ന് വെജിറ്റേറിയൻ ആയിരിക്കണം. ഈ പറഞ്ഞതുപോലെ പൊട്ടറ്റോ കഴിക്കാതിരിക്കുക എന്ന് പറയുന്ന ചിലപ്പോൾ ഒരു പടിയായിരിക്കും, കാരണം അവിടെ പൊട്ടറ്റോ ഇതൊക്കെയല്ലേ ഉള്ളൂ. ഓക്കെ, ഇത് പറഞ്ഞ് പെരും കള്ളം പറഞ്ഞ വലിയ ആളായിട്ടിരുന്നു. അവിടെ അനീഷ് പൊങ്ങി വന്നിട്ട് ഇവൻ ചെയ്തത് എന്താണ്? ഇവൻ കള്ളനാണ്, ഇവൻ സത്യസന്ധത, ഇവൻ തുടക്കം മുതൽ ഒരു സത്യസന്ധതയും ഇല്ലാതെ മത്സരിക്കുന്ന ഒരു വ്യക്തിയാണ് ആര്യൻ. ഇവന്റെ പോയിന്റുകൾ റദ്ദ് ചെയ്യണം ബിഗ് ബോസ്, ഇവന്റെ പോയിന്റുകൾ റദ്ദ് ചെയ്യണം ബിഗ് ബോസ് എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞതൊക്കെ കാര്യമാണ്, പറഞ്ഞത് പോയിന്റാണ്. അവന്റെ കള്ളത്തരം തുറന്നു കാണിച്ചത് പോയിന്റാണ്. പക്ഷെ എന്റെ പൊന്നു അനീഷ് 1, 2, 3, 4, 5, 6 വട്ടം പറഞ്ഞ് നീ നിർത്ത്, ചെവിതല കേൾക്കാൻ വയ്യ. ഇത് എന്നെ ഇങ്ങനെ ആവർത്തിച്ചിരുന്ന് എനിക്ക് മനസ്സിലാവും. അപ്പോ അനീഷ് ഇവിടെ എന്തായാലും ഈ ഒരു സാധനം എടുത്തിടുന്നുണ്ട്.
ഈ ഒരു സാധനം എല്ലായ്പ്പോഴും പോയി ആവർത്തിച്ച് പറഞ്ഞ് ബാക്കിയുള്ളവരും കൂട്ടുപിടിക്കുന്നുണ്ട്. അവിടെ നമ്മുടെ പുന്നാരമോനായ അക്ബറിന് പിടിച്ചില്ല. അക്ബറിന് അവൻ ചെയ്ത തെറ്റാണ്, പക്ഷെ ഇന്നലെ ചെയ്ത തെറ്റല്ലേ? ഇത് ചെയ്ത തെറ്റാണ്, പക്ഷെ ഇന്നലെ ചെയ്ത തെറ്റല്ലേ? എന്റെ പാവ അടിച്ചു മാറ്റിയിട്ട് പോയില്ലേ? അപ്പൊ അതിനകത്ത് ബിഗ് ബോസ് വേണമെങ്കിൽ അടിച്ചു മാറ്റാന്ന് പറഞ്ഞത് തെറ്റാണ്. എനിക്ക് പിന്നെ എന്താണ്, എനിക്ക് സങ്കടമായി. അപ്പൊ ഞാൻ കഷ്ടപ്പെട്ടെടുത്ത സങ്കടം. അതായത് ഇതുവരെ മറ്റുള്ളവരെ ഇതുപോലെ പറഞ്ഞ് മറ്റുള്ളവരെ പിരിയേറ്റി മറ്റുള്ളവരെ കാണുന്ന സങ്കടത്തിൽ ചിരിച്ച് കളിച്ച് അവരെ കളിയാക്കി അതിൽ ആസ്വദിച്ച് ഒരു സാഡിസ്റ്റായ താങ്കൾക്ക് ഇന്നലെ ഒരു വിഷയം വന്നപ്പോ എനിക്ക് അങ്ങ് ഭയങ്കര സങ്കടമായിപ്പോ അല്ലെ. ഇതുപോലെ സങ്കടം നീ പലർക്കും കൊടുത്തിട്ടുണ്ട് അതിനകത്ത്. അത് വെർബലി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫിസിക്കലി ആയിക്കോട്ടെ, അങ്ങനെ പല രീതിയിൽ നീ ചൊറിഞ്ഞ് നീയാണ് സത്യം പറഞ്ഞാൽ ബിന്നിയല്ല, ഈ വീട്ടിലെ നമ്പർ 1 കുത്തിത്തിരിപ്പ് എന്ന് വെച്ചാൽ നീയാണ്. മനസ്സിലായോ? അക്ബറാണ് ആ വീട്ടിലെ ഏറ്റവും വലിയ കുത്തിത്തിരിപ്പ്. ഇപ്പോഴും ഇതുപോലെ കുത്തിത്തിരിപ്പ് വെട്ടുന്ന, ഇതുപോലെ ഡബിൾ മീനിങ് പറയുന്ന, ഇതുപോലെ പുതപ്പിനെ കുറിച്ച് സുഖിക്കുന്ന, ഇതുപോലെ നാക്കെടുത്താൻ നുണ പറയുന്ന എല്ലാവരും എന്റെ പിന്നീട് ഈ പറയുന്ന സഹോദരി, എന്റെ ഒരേ ഒരു വടപ്പുറന്നോളായ എന്റെ സഹോദരിക്ക് ഇഷ്ടം. ഇവരെ മാത്രമേ ഞാൻ പൊക്കുള്ളൂ. അത് PR തന്നെ PR പൈസ അതിന്റെ ഗുണം എനിക്ക് കാണാൻ, അതുകൊണ്ട് ഇവരെ മാത്രം ഞാൻ പൊക്കൂ. അവൻ എത്ര കുൽസിതം കാണിച്ചാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞു വാവയില്ലേ, കുഞ്ഞു വാവ 21 വയസ്സിലാണ്, ഒന്നും പറഞ്ഞ പുതപ്പിനോട് എന്ത് നടക്കണോ എനിക്കൊന്നും പറഞ്ഞൂടാ. അതുകൊണ്ട് അതൊക്കെ നമ്മൾ പൊക്കും, കള്ളം പറയുന്നവരെ പൊക്കും. ഇതുപോലെ ടോക്സിക് ആയിട്ടുള്ളവരൊക്കെ നമ്മൾ ഇങ്ങനെ പൊക്കി കൊണ്ടുവരും. അതാണ് എന്റെ ഉടപ്പുറന്നത് ചെയ്തത്. ഉടപ്പുറന്നത് വിഷമിക്കേണ്ട, PR-ന്റെ പണമല്ല അവിടെ ഉണ്ടല്ലോ, ആ പണമൊക്കെ വെച്ചിട്ട് ഒന്ന് എനർജി ആയിട്ട് വാ, ഗെയിം ചേഞ്ചർ എന്ന് പറയാ. അതെന്തുകൊണ്ട് അവൻ ചെയ്തത് ശരിയാണെന്ന് പറ, അവൻ ചെയ്തത് ശരിയാണ്, അവൻ എടുത്തു മാറ്റി. അത് ബിഗ് ബോസ് പറഞ്ഞു തന്നെ എടുത്ത് പറഞ്ഞില്ലേ, ഞാൻ മോഷ്ടിച്ചെന്ന് മോഷിതൊക്കെ ഞാൻ ബിഗ് ബോസ് പറഞ്ഞു തന്നെ പറഞ്ഞില്ലേ, അത് ഗെയിം ചേഞ്ച് അല്ലേ എന്ന് പറ. ഇതിന്റെയൊക്കെ ഉടായ്പകൾ ഈ പാവപ്പെട്ട കുറച്ച് അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസത്തിൽ എന്ന് പറയുന്നില്ല, കുറച്ച് ഈ പറയുന്ന സാധാരണക്കാരങ്ങ് വിശ്വസിക്കും. സാധാരണക്കാര് അയ്യോ ശരിയായിരിക്കും, ഉള്ള കള്ളങ്ങൾ മൊത്തം വിളിച്ച് അയ്യോ ശരിയാന്ന് വിളിക്കും. ഇത്തിരി ബുദ്ധിയുള്ള, ഇത്തിരി വിവേകമുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന ലൈവ് കാണുന്നവർക്ക് എല്ലാവർക്കും പറയാം, നീ കാണിക്കുന്ന ഉടായ്പ, നീ ആരെയാണ് പൈസ വാങ്ങിച്ചിട്ട് എല്ലാം ചെയ്യും. ഇവിടെ ഞാൻ ഇതുവരെയായിട്ടും യൂട്യൂബേഴ്സ് PR പൈസ വാങ്ങിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷെ ഇപ്പൊ ഞാൻ 100% തരാം, ഈ സീസണിലല്ല എല്ലാ സീസണിലും ഈ കക്ഷി PR പൈസ വാങ്ങുന്നുണ്ട്. അത് ആരെയാണ് വാങ്ങുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. കൃത്യമായിട്ട് ആഴ്ചയായിട്ട് ഇങ്ങനെ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ ഒരു നെഗളിപ്പാണ്. അതുകൊണ്ട് ഈ പറയുന്ന ബിഗ് ബോസ് ഉള്ളപ്പോൾ മാത്രമേ നമുക്ക് ഉള്ളൂ, വേറെ കണ്ടന്റ് ഒന്നും ചെയ്യാറില്ല. വേറെ പിന്നെ ആൾക്കാരെ പഠിച്ച് കുറച്ച് എണ്ണ ഉണ്ടാക്കാൻ അറിയാന്നുള്ളത് വേറെ ഒരു കണ്ടന്റ് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അതുവരെ മാക്സിമം പറ്റിച്ച് മാക്സിമം PR പണം എടുത്ത് അങ്ങ് വിലസുക. നീ വിലസിക്കോ, എന്റെ പുറത്ത് കയറിയ ഇതല്ല, ഇതിന്റെ അപ്പുറം ഞാൻ പറയും, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതാണ് സംഭവം. എന്തായാലും പപ്പുമോന്റെ കള്ളം, മഹാകള്ളനായ ലോക കള്ളനായ പപ്പുമോനെ പൊക്കിയിട്ടുണ്ട്. ഇനി ഈ ടാസ്ക് ഇവിടം വെച്ച് തീർന്നോ, ഇനി കൂടുതൽ ഉണ്ടോ എന്നറിയില്ല. ബിഗ് ബോസ് പറയുന്നുണ്ട് അവൻ എന്ത് പണി കൊടുക്കണം എന്നൊക്കെ ഞാൻ തീരുമാനിച്ചു. അനീഷ കൂടുതൽ നീ ഇളവണ്ട ആ രക്തത്തിൽ ബിഗ് ബോസ് പറയുന്നുണ്ട്. ഇപ്പൊ വീണ്ടും അവിടെ കിടന്ന് ഭയങ്കര അലപ്പാട്. അനിമോൾ ഇന്ന് രാവിലെ തൊട്ട് ഒരൊറ്റ മനുഷ്യത്തെ ഖമാന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. അനിമോൾക്ക് എനിക്ക് തോന്നുന്നു 8 കോയിൻ എന്താണ് കിട്ടിയത്, 10 14 പോയിന്റ് എന്തോ ഉണ്ട് അതിനകത്ത്. അപ്പോ കിച്ചണിൽ കയറുന്നില്ല. ഇന്ന് കിച്ചണിൽ ഈ പറയുന്ന നമ്മുടെ നെവിന്റെ താണ്ഡവമാണ് കാണുന്നത്. എന്തൊക്കെ ചെയ്യുന്നു അവിടെ, കടലക്കറി വെക്കുന്നുണ്ട്, എല്ലാവർക്കും അനാവശ്യത്തിന് കോരി നിങ്ങൾ തിന്നോ, ഇതെടുത്തോ അതെടുത്തോ, എനിക്ക് ഇഷ്ടമുള്ള, നിങ്ങൾ തക്കാളി വേണമെങ്കിൽ തക്കാളി എടുക്കാം, പിന്നീട് ടൊമാറ്റോ ഈ പറയുന്ന സവാള വേണമെങ്കിൽ സവാള എടുക്കാം. അങ്ങനെ അവിടെ അഴിഞ്ഞാടി ഒരു ഇതും ഇല്ലാതെ കിച്ചൺ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോട്ടെ, അങ്ങനെ ഏത് വരെ പോണവരെ പോട്ടെ. നിങ്ങളുടെ അപ്പുറം നിങ്ങൾക്ക് വളരെ എടുത്ത് നമുക്ക് വീണ്ടും കാണാം. ജയ്.